അങ്ങനെ നമ്മുടെ ഹണി ഗ്ലേസ്ഡ് ഗാർലിക് ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇത് ഒരു കനേഡിയൻ ക്യുസീനാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അറിയാമല്ലോ, നമ്മുടെ അല്പം ഇന്ത്യൻ സ്പൈസസ് കൂടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ പ്രിപ്പറേഷനിലേക്ക് ആവശ്യമായി അധികം സാധനങ്ങളൊന്നും നമുക്കില്ല. നമുക്ക് വേണ്ടുന്നത് 2 ചിക്കൻ ലെഗ്സ്, പിന്നെ അല്പം ഗാർലിക്, ഫൈൻ ചോപ്ഡ് ഗാർലിക്, ഒരു 1/4 കപ്പ് തേന്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, അത്രയും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം ചിക്കൻ നല്ലതായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ്, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫൈൻ ചോപ്ഡ് ഗാർലിക്കിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതായി അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 20 മിനിറ്റ് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റ് നേരം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതായി ഒന്ന് മിക്സ് ചെയ്ത് അത് നമുക്ക് ഡയറക്റ്റ് ഒരു പാൻ വെച്ച് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം വലിയ ഹീറ്റിൽ, ആദ്യം നല്ല ഹീറ്റിൽ വെച്ച് കടായി ഒന്ന് ചൂടായി വരുമ്പോൾ, അല്ലെങ്കിൽ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അത് ഒരു അല്പം ഓയിൽ മതി, ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ മതി. അതിലേക്ക് നമ്മൾ ചിക്കൻ പീസുകൾ നമ്മൾ ചൂടായി വരുമ്പോൾ 1 ബൈ 1 ആയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസ് അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണം. അപ്പം നിങ്ങളുടെ സഹകരണവും പ്രചോദനവും ഉണ്ടാവണം. ഞാനിപ്പം ഹോട്ട് ഓയിലിലേക്ക് കൈ കൊണ്ടാണ് വെക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം, കാരണം കൈയൊന്നും പൊള്ളിക്കരുത്. ഞാനങ്ങനെ വെക്കുന്നു എന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ 5 മിനിറ്റ് ഇൻ്റർവെല്ലിലും നമ്മൾ ഈ ചിക്കൻ പീസുകൾ തിരിച്ചിട്ട് കൊടുത്ത് അത് ഫ്രൈ ആക്കി എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലേസ് ചെയ്യുമ്പോൾ വേറെ ടേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ 5 മിനിറ്റിലും നമ്മൾ ചിക്കൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് നേരം നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കണം. കറക്റ്റ് ഇൻ്റർവെൽസിൽ അത് ചെയ്യണം, ഇല്ല എങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ടേസ്റ്റിൽ നിന്ന് മാറിപ്പോകും. നമ്മളുടെ ഗ്ലേസ് കിട്ടത്തില്ല. അതായത് ഇപ്പോൾ ഈ കാണുന്ന കളർ ഉണ്ടെങ്കിൽ മാത്രമേ, അത് ഇച്ചിരി കൂടെ ഡാർക്കായി വരുന്ന ആ ഒരു കളർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഗ്ലേസ് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല ഇതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ഒരു 20 മിനിറ്റ് നേരം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അതേസമയം നമുക്ക് ഇതിനാവശ്യമായ സോസ് നമുക്കൊന്ന് റെഡിയാക്കാം. അതിന് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1/4 കപ്പ് തേൻ, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വൻതേനാണ്, നാടൻ തേനാണ്, നമ്മുടെ സ്ഥലത്തൊക്കെ കിട്ടുന്നതാണ്, നമ്മുടെ ഹോംലി മെയ്ഡ് തേൻ തന്നെയാണിത്. ഒരു 1/4 കപ്പ് തേൻ നമുക്ക് അവൈലബിളായ ഏത് ഹണി മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സിദർ വിനീഗർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റി. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. അപ്പോൾ ഇതൊഴിച്ചതിന് ശേഷം ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. നമുക്ക് ഇത്രയും സാധനങ്ങളെ നമുക്കിതിന് ആവശ്യമുള്ളൂ. നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഹണി കൂടുതൽ വേണ്ടുന്നവർ അത് കൂടുതൽ ചേർക്കണം. ഇപ്പം ഞാൻ അല്പമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം അത് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കി ഇരിക്കുന്ന നമ്മളുടെ 2 ടേബിൾ സ്പൂൺ ബാക്കി ഇരിക്കുന്ന ഫൈൻ ചോപ്ഡ് ഗാർലിക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് ചിക്കൻ്റെ ആ ഫ്രൈ ചെയ്ത് നിൽക്കുന്ന ഓയിലിൽ തന്നെ ഒരു സൈഡിലേക്ക് നീക്കിയിട്ട് കൊടുത്ത് അത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അത് ഫ്രൈ ചെയ്തും ഒത്തിരി കരിഞ്ഞു പോകല്ലേ, നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം, കരിഞ്ഞു പോകല്ലേ. അപ്പോൾ ആ ഒരു ലിമിറ്റിലേക്ക് അത് ചെയ്തെടുക്കണം. അത് റെഡിയായി വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ സോസ് അത് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ലതായിട്ട് ഇതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഫുൾ പ്രിപ്പറേഷൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നടക്കുന്നത്. അപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് അതൊന്ന് സിമറിങ് പോയിന്റിലേക്ക് വരുമ്പം വീണ്ടും ഫ്ലെയിം മീഡിയത്തിലേക്ക് തിരിച്ച് നമ്മൾ കുറച്ച് വെച്ച് നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഈ വാട്ടർ കൺസിസ്റ്റൻസി മാറി ഇതിന് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വരും. ഇപ്പം ഇത് വാട്ടറിയാണ്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ബോയിലായി വന്നു കഴിയുമ്പോഴത്തേന് പെതിയെ ഇത് കുറുകി ഇത് വരും. നമ്മൾ നല്ല കുറുകിയ ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു കുറുകിയ രീതിയിലേക്കായി. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാതെ നമുക്ക് ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻസ് അറിയിക്കണം. അപ്പോൾ നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളുടെ അഭിപ്രായവും പ്രചോദനവുമാണ് നമ്മൾക്ക് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഘടകം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ കമൻസ് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ്. അപ്പം ഈ സെർവിങ് ബോളിലേക്ക് മാറ്റി അതിൻ്റെ ഗാർണിഷായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പാസ്ലി അങ്ങനെയുള്ള ഇതാണ്, ദിൽ ലീവ്സൊക്കെയാണ്. അപ്പം ഞാൻ കൊറിയാണ്ടർ ലീവ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണോ അവൈലബിൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഹണി ഗ്ലേസ്ഡ്, നമ്മുടെ കേരള സ്റ്റൈലിൽ ചെയ്യാവുന്ന കനേഡിയൻ ക്യുസീൻ ഹണി ഗ്ലേസ്ഡ് ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. സ്നേഹപൂർവ്വം